പോവാണ്. അതിന് കരിമീന്, ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കൂടുതൽ, ഇച്ചിരി മുളക് പൊടി ചേർത്തെടുത്ത് വെച്ചിരിക്കുക. അതൊന്ന് പുരട്ടി വെച്ചിരിക്കുക. പിന്നെ മപ്പാസിനൊക്കെയുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയ, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റുക. അതിനകത്തിലോട്ട് തക്കാളിപ്പഴം ഇട്ട് വഴറ്റണം. ഒരു പുളിക്കൊക്കെ തക്കാളി, അത് പുളി ചേർക്കുന്നില്ലല്ലോ, മീനാകുമ്പോൾ ഇത്തിരി പുളി വേണം. അപ്പോൾ അതിനകത്ത് തക്കാളി ഏകദേശം ഒന്ന് വഴറ്റി മാറ്റി വെക്കാം. ഈ മീൻ കഷ്ണം ഒന്ന് ചെറുതായിട്ട് വറുത്ത് എടുക്കണം. നല്ലപോലെ മൂക്കണ്ട, പകുതി വറുത്ത് വഴറ്റി വെച്ചിരുന്ന അതിലോട്ട് 2 പാൽ തേങ്ങാപ്പാൽ ശകലം ചേർത്ത് കലക്കി വെച്ചേക്കുക. മീന് പകുതി വറുത്തതാണ്. അത് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേന് ബാക്കി നമുക്ക് ചെയ്യാം. വേവിക്കാൻ വെച്ചതെല്ലാം നന്നായിട്ട് വെന്തു. ഇനി അതിലോട്ട് മല്ലിപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണങ്ങി പൊടിച്ച് വെച്ചതാണ്. പിന്നെ മപ്പാസ് എന്ന് പറയുമ്പോൾ ശർക്കര, ഇച്ചിരി മസാലപ്പൊടി, തുള്ളി, ഈ കുരുമുളക്, ഈ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കുരുമുളക് പൊടി പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ശകല ഉപ്പ്, ഇച്ചിരി കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. മീൻ വറുക്കുന്നതിനകത്ത് ഉപ്പ് ചേർത്തതാണ്, ശകലം കല്ലുപ്പ്. മീൻ വറുത്ത മീന് മൊത്തം വറുത്തിട്ടില്ല, പകുതിയെ വെന്തിട്ടുള്ളൂ. ഈ അരപ്പുമൊക്കെ ആ മീനയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് തിളച്ചോട്ടെ. തേങ്ങാപ്പാൽ ഏത് കൂട്ടാനും ചേർത്താലും രുചി ഉണ്ടാകുന്ന സാധനം തേങ്ങാപ്പാൽ. സാറ് നമ്മൾ പുട്ട് പൊടി കുഴിക്കുമ്പോൾ പോലും തേങ്ങാപ്പാലൊന്ന് കുഴിച്ച് നോക്കിക്കേ, അതിൻ്റെ ടേസ്റ്റ് എന്തുവാന്ന്. ഉപ്പൊന്ന് നോക്കിക്കോട്ടെ, ഉപ്പുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് 5 മിനിറ്റ് നമ്മുടെ മീൻ മപ്പാസ് തയ്യാറായി. മീൻ മപ്പാസ് തയ്യാറായി.
ഞാൻ നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈക്ക്. ഓക്കെ.